ഓക്കെ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫിറ്റിംഗ് വരെയാണ് പറഞ്ഞത്. നെക്സ്റ്റ് പറയാനുള്ളത് അവയുടെ സോൾവ്ഡ് പ്രോബ്ലംസ് ആണ്. അതിൽ നമ്മൾ മീന്, മോഡ്, ഫിറ്റിങ്, വാരിയൻസ് എല്ലാം പറഞ്ഞു. അതിൻ്റെ ഇക്വേഷൻസ് എല്ലാം ഡിറൈവ് ചെയ്തു. ഓക്കെ, അപ്പോൾ പ്രോബ്ലം നോക്കാം. എ റാൻഡം വേരിയബിൾ എക്സ് ഫോളോസ് എ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ with the mean 1. Calculate the probability that x equal to 0, രണ്ടാമത്തത് x equal to 1, മൂന്നാമത്തത് x greater than or equal to 2. ഓക്കെ, അപ്പോൾ എക്സ് ഫോളോ ചെയ്യുന്ന പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. വിത്ത് മീൻ 1 ആണെന്ന് തന്നിട്ടുണ്ട്. സോ നമ്മൾ അതിനെ എഴുതിയിരിക്കുന്നത് നോക്കൂ, എക്സ് ഫോളോസ് പി ഓഫ് 1. ഓക്കെ, ഇനി നമ്മൾ പിയിൽ എക്സ് ഈക്വൽ ടു എക്സ്, അതായത് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ ആണ്. അവിടെ നമ്മൾ എക്സിൻ്റെ സ്ഥലത്ത് എത്രയാണ് കൊടുക്കേണ്ടത്? 1 എന്നാണ് കൊടുക്കേണ്ടത്. കാരണം നമ്മൾ എക്സിൻ്റെ മീൻ എന്ന് പറയുന്നത് എന്താണ്? ലാംഡ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ് അല്ലേ? അപ്പോൾ ഒരു പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മീൻ ലാംഡ സമം 1 ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ? സോ ഇ റേസ് ടു മൈനസ് ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയലിൽ ലാംഡയുടെ സ്ഥലത്ത് എത്രയെന്ന് കൊടുക്കണം? 1 എന്ന് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയത് ഇ റേസ് ടു മൈനസ് 1 ബൈ എക്സ് ഫാക്ടോറിയൽ. ഇതാണ് ഇപ്പോൾ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യനിലേക്ക് കൊടുക്കാം. എന്താണ്? ഫസ്റ്റ് എക്സ് ഈക്വൽ ടു 0 കൊടുക്കുന്നു. അപ്പോൾ എന്ത് വരും? ഇ റേസ് ടു മൈനസ് 1 ഡിവൈഡഡ് ബൈ 0 ഫാക്ടോറിയൽ. ഇ റേസ് ടു മൈനസ് 1ൻ്റെ വാല്യൂ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും, അല്ലെങ്കിൽ 2.7183 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ഉണ്ടാവും, ഇയുടെ വാല്യൂ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും കിട്ടും. സോ ആൻസർ എന്ന് പറയുന്നത് 0.36788 ആണ്. ദെൻ എക്സ് ഈക്വൽ ടു 1 ആകുമ്പോൾ അതേപോലെ ചെയ്യാം. ദെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? 2 മുതൽ അങ്ങോട്ട് എല്ലാം വരണം അല്ലേ? പക്ഷെ നമുക്കിവിടെ എവിടെയെങ്കിലും എക്സിന് ഇത്ര വരെയാണെന്ന് പറഞ്ഞിട്ട് റേഞ്ച് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? പി ഓഫ് 2 കാണണം, 3 + 4 + 5 + എക്സെട്ര എന്നാണ്. അപ്പോൾ അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 1 മൈനസ് എക്സ് ലെസ് ദാൻ 2 ചെയ്താൽ മതി അല്ലേ? അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു സ്റ്റെപ്പും കൂടി നിങ്ങൾ എഴുതിയാൽ മതി. ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എക്സ് ലെസ് ദാൻ 2. ഓക്കെ, ഇവിടെ നോക്കിയേ, ഈക്വൽ ടു വരുന്നതുകൊണ്ട് ഇവിടെ നിങ്ങൾ എന്തെടുത്താൽ മതി? ലെസ് ദാൻ എടുത്താൽ മതി. മേ ബി ഇവിടെ ഗ്രേറ്റർ ദാൻ 2 എന്ന് മാത്രമായിരുന്നെങ്കിൽ നിങ്ങൾ എന്തുകൂടി എടുക്കണം? അവിടെ ഈക്വൽ ടു കൂടി എടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വരും? 1 മൈനസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 0 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 1. അത് നമ്മൾ ഓൾറെഡി നമ്മൾ എക്സിൻ്റെ 0യുടെ വാല്യൂം 1ൻ്റെ വാല്യൂം കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ആഡ് ചെയ്യുന്നു, 1 എന്ന് കുറയ്ക്കുന്നു. ആൻസർ എത്രയാണ് വരുന്നത്? 0.26424. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Y are independent Poisson variates such that P of x equal to 1 equal to P of x equal to 2 and P of y equal to 2 equal to P of y equal to 3. Find the variance of x minus 2y. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് തന്നിട്ടുണ്ട് എക്സും വൈ എന്ന് പറയുന്ന 2 വേരിയബിൾസ് ആണ്. അത് ഫോളോ ചെയ്യുന്നത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമുക്ക് എഴുതാം, എക്സ് ഫോളോസ് പി ഓഫ് ലാംഡ 1 ആൻഡ് വൈ ഫോളോസ് പി ഓഫ് ലാംഡ 2. കാരണം നമുക്ക് 2 വേരിയൻസ് വേണം, അതിനെയാണ് ലാംഡ 1 ലാംഡ 2 എടുത്തത്. ഒറ്റ പോയിസോൺ വേരിയൻസ് ആണെങ്കിൽ നമ്മൾ ലാംഡ എന്ന് മാത്രം മതി. ഓക്കെ, അപ്പോൾ നമുക്ക് പി ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്നും പി ഓഫ് എക്സ് ഈക്വൽ ടു 2 എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അതിൻ്റെ PDF അവിടെ കൊടുക്കുകയാണ്. എന്താ വരുന്നത്? ഇ റേസ് ടു മൈനസ് ലാംഡ 1 റേസ് ടു 1 ബൈ 1 ഫാക്ടോറിയൽ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ലാംഡ 1 റേസ് ടു 2 ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇ റേസ് ടു മൈനസ് ലാംഡ 1 രണ്ടിടത്തൊന്നും ക്യാൻസൽ ചെയ്ത് പോയി. ദെൻ ലാംഡ 1 ബൈ 1 ഫാക്ടോറിയൽ ലാംഡ 1 തന്നെ ഇപ്പുറത്ത് ലാംഡ 1 സ്ക്വയർ ഉണ്ട്, അതിൽ നിന്ന് ഒരെണ്ണം ക്യാൻസൽ ചെയ്ത് പോയി. ഇവിടെ ഇ റേസ് ടു മൈനസ് ലാംഡ 1 റേസ് ടു 1 ബൈ 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 തന്നെ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ലാംഡ 1 സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 അല്ലേ? ഇവിടുത്തെ ഇതും ക്യാൻസൽ ചെയ്ത് പോയി, ഇത് ക്യാൻസൽ ചെയ്ത് പോയി, ഇത് ഒരെണ്ണം ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ ഫൈനലി എന്ത് വരും? എത്ര ഉണ്ടാവുള്ളൂ? 1 ഈക്വൽ ടു ലാംഡ 1 ബൈ 2 എന്നുണ്ടാവും. എന്ന് വെച്ചാൽ ലാംഡ 1 ഈക്വൽ ടു എത്രയെന്ന് കിട്ടി? 2 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ലാംഡ 1ൻ്റെ വാല്യൂ 2 കിട്ടി. അതേപോലെ തന്നെ നമ്മൾ എന്ത് കൊടുക്കുന്നു? y ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ കിട്ടുന്നത് ലാംഡ 2 ഈക്വൽ ടു 3 എന്നും കിട്ടും.
ഇനി നമുക്ക് വാരിയൻസ് ആണ് കാണേണ്ടത് അല്ലേ. വാരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ λ1 ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അതേപോലെ വാരിയൻസ് ഓഫ് വൈ ആണെങ്കിലും λ2 ആണ്. സോ വാരിയൻസ് ഓഫ് എക്സ് 2ഉം വാരിയൻസ് ഓഫ് വൈ 3ഉം ആണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മളെ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എക്സ് മൈനസ് 2വൈയുടെ വാരിയൻസ് ആണ്. സോ വാരിയൻസ് ഓഫ് എക്സ് മൈനസ് 2വൈ ഈക്വൽ ടു വി ഓഫ് എക്സ് പ്ലസ് 4 ഇൻറ്റു വി ഓഫ് വൈ. കാരണം എന്താ, നമുക്കറിയാം വി ഓഫ് എ എക്സ് പ്ലസ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇവിടെ എക്സിൻ്റെ കൂടെ വാരിയൻസ് വരുമ്പോൾ എന്താ വരില്ല, എ സ്ക്വയർ വി ഓഫ് എക്സ് എന്നാണേ. ഓക്കെ, അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതേപോലെ തന്നെ വാരിയൻസ് ഓഫ് എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, വാരിയൻസ് ഓഫ് എക്സ് പ്ലസ് വാരിയൻസ് ഓഫ് വൈ എന്നാണ്. ഓക്കെ, ഈ രണ്ട് പ്രോപ്പർട്ടികളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സോ വി ഓഫ് എക്സ് പ്ലസ് 4 ഇൻറ്റു വി ഓഫ് വൈ എന്ന് വരും. എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണ്. സോ ആൻസർ വിൽ ബി 2 + 4 × 3 എന്ന് പറയുന്നത് 14 ആണ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. The record of birds over the last 100 years maintained by the municipal council of a town showed that 200 children were born blind during that period. On the assumption that the number of children born blind in the year follows Poisson distribution, estimate number of years in which there are no blinds, 1 blind, 2 blind births and more than 2 blind births. ഓക്കെ, അപ്പോൾ എന്താണ്, ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു മുനിസിപ്പൽ കൗൺസിൽ ഓഫ് ടൗണിൽ കാണപ്പെടുന്ന അന്ധരായിട്ടുള്ള ആൾക്കാർ ജനിക്കുന്നതിൻ്റെ കണക്കാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, 100 വർഷത്തെ കാര്യങ്ങൾ എടുത്തു നോക്കിയപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 200 ചിൽഡ്രൻസ് എന്ന് പറയുന്നത് ആ സമയത്ത് അതായത് ജനിക്കുമ്പോൾ തന്നെ എന്തായി മാറുന്നുണ്ട്, ബ്ലൈൻഡായിട്ട് മാറുന്നുണ്ട്. ഓൺ ദി അസംഷൻ ദാറ്റ് ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ബോൺ ഇൻ ദി ഇയർ, അതായത് അവരുടെ ജനിക്കുന്ന ഒരു റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വർഷങ്ങളാണ്, അതായത് ഓരോന്നിനും വേണ്ടിയിട്ട് എടുത്ത വർഷങ്ങൾ എത്രയാണെന്ന് വെച്ചാൽ നോ ബർത്ത്, നോ ബ്ലൈൻഡ്, അതായത് ഒറ്റ അന്ധന്മാരും ജനിക്കാതിരിക്കുന്ന എത്ര വർഷങ്ങളുണ്ട്, 1 ബ്ലൈൻഡ് ജനിച്ച എത്ര വർഷമുണ്ട്, അതേപോലെ തന്നെ 2 ബ്ലൈൻഡ് ജനിച്ച എത്ര വർഷം, മോർ ദാൻ 2 ബ്ലൈൻഡ്. ഓക്കെ, ദ ആവറേജ് നമ്പർ ഓഫ് ബ്ലൈൻഡ്സ് ഇൻ ഇയർ, 100 വർഷത്തെ കാര്യമാണ് തന്നിരിക്കുന്നത്. 100 വർഷത്തിൽ 200 ചിൽഡ്രൻസിന് ബ്ലൈൻഡ് ആയിട്ടുണ്ടെന്നാണ്. സോ 1 ഇയറിൽ എത്രയുണ്ടാവുക, 200 ഡിവൈഡ് ബൈ 100 2 അല്ലേ. അപ്പോൾ ആവറേജ് നമ്പർ ഓഫ് ബ്ലൈൻഡ് ഇൻ എൻ ഇയർ എന്ന് പറയുന്നത് എന്താണ്, 2 ആണെന്ന് തന്നിട്ടുണ്ട്. സോ നമ്മുടെ മീനാണ് എന്ത് ആക്ച്വലി 2 എന്ന് പറയുന്നത്. ഓക്കെ, മീൻ. നെക്സ്റ്റ് പി ഓഫ് എക്സ് ഈക്വൾ ടു എക്സ്, നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ തന്നെ, ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ ദാറ്റ്സ് ഈക്വൾ ടു ഇ റേസ് ടു മൈനസ് 2 റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. അപ്പോൾ നമുക്ക് എക്സിന് 0 കൊടുക്കുമ്പോൾ ഇ റേസ് ടു മൈനസ് 2 റേസ് ടു 0 ബൈ 0 ഫാക്ടോറിയൽ ദാറ്റ്സ് ഈക്വൾ ടു കിട്ടിയിട്ടുണ്ട്. ദ എക്സ്പെക്റ്റഡ്, അതായത് അത് തന്നിരിക്കുന്ന പോയിന്റിലാണ്. സോ നമ്മൾ 100 വർഷത്തേക്ക് അല്ലെങ്കിൽ 200 വർഷത്തേക്ക് എത്ര രൂപ അല്ലെങ്കിൽ എത്ര ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ ജനിക്കുന്നുണ്ടെന്നാണ് പറയേണ്ടത്. സോ എത്രയാണ്, ഒറ്റ ബ്ലൈൻഡ്സും ജനിക്കാത്ത വർഷമാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ അതിനെ എന്തിലേക്ക്, പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ആക്ച്വലി ആവറേജ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് എക്സ്പെക്റ്റഡ് നമ്പറോ അല്ലെങ്കിൽ പെർസെൻറ്റേജ് ആണ് അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റേണ്ടതുണ്ട്, നമ്മളെ ഇയറിൻ്റെ നമ്പറിലേക്ക് മാറ്റേണ്ടതുണ്ട്. സോ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം, 100 കൊണ്ട് ഇൻറ്റു ചെയ്യണം അല്ലേ. അപ്പോൾ 100 ഇൻറ്റു 0.13534 എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്, 13.534. സോ അപ്രോക്സിമേറ്റ്ലി 14 ഇയേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പി ഓഫ് എക്സ് ഈക്വൾ ടു 1 കൊടുക്കുമ്പോൾ ഇ റേസ് ടു മൈനസ് 2 റേസ് 1 ബൈ 1 ഫാക്ടോറിയൽ എത്രയാണ്, 0.272. അതിനെയും എന്തിലേക്ക്, നമ്പറിലേക്ക് മാറ്റുമ്പോൾ 100 വർഷം കൊണ്ട് ഗുണിക്കേണ്ടതുണ്ട്. സോ എത്രയാണ്, 27.06 ആണ്. സോ 27 മതി. ഓക്കെ, നെക്സ്റ്റ് എക്സ് ഈക്വൾ ടു 2 കൊടുക്കുമ്പോൾ അതേപോലെ ചെയ്യുന്നു. അതേപോലെ എക്സ് ഗ്രേറ്റർ ദാൻ 3, അതായത് 3-ൽ കൂടുതലുള്ള ആൾക്കാർ, ഗ്രേറ്റർ ദാൻ 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് കാണുന്നത്, 1 മൈനസ് പി ഓഫ് എക്സ് ലെസ് ദാൻ 2 എന്നാണ്. സോ ഇറ്റ് ഗ്രേറ്റർ ദാൻ 2 എന്നാണ് കേട്ടോ. 2 മീൻസിൽ കൂടുതൽ എന്നല്ല, 3 എന്നല്ല കേട്ടോ. ഇവിടെ 3 എന്നല്ല, ഇവിടെ 2 എന്നാണ്, ഗ്രേറ്റർ ദാൻ 2 എന്നാണ്.
ഗ്രേറ്റർ ദാൻ 2. ഓക്കെ, അപ്പോൾ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്ന് പറയുന്നത് 1 മൈനസ് പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. സോ 0യും 1ഉം 2ഉം നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. അതൊക്കെ നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടു വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ആഡ് ചെയ്താൽ മാത്രം മതി. സോ എക്സ്പെക്റ്റഡ് നമ്പർ എന്ന് പറയുന്നത് 100 കൊണ്ട് ഇൻഡ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ഹാസ് ഡബിൾ മോഡ് അറ്റ് എക്സ് ഈക്വൽ ടു 2 ആൻഡ് എക്സ് ഈക്വൽ ടു 3. ഓക്കെ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് എക്സ് വിൽ ഹാവ് വൺ മോർ ഓർ അതർ ദി 2 വാല്യൂസ്. ഓക്കെ, ഒരു പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിൻ്റെ ഡബിൾ മോഡ് എന്ന് പറയുന്നത് എക്സിന് ഈക്വൽ ടു 2 എക്സ് ഈക്വൽ ടു 3 ആണ്. എക്സിന് എന്താണ് ഹാവ് വൺ ഓർ അതർ ഹാവ് 2 വാല്യൂസ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ.